വിമർശനങ്ങൾ കേട്ടിട്ടുള്ള ഒരാളാണ്. ഒരുപാട് വിമർശനം എന്ന് പറഞ്ഞാൽ ഒരുപാട് വിമർശനം കേട്ടിട്ടുള്ള ഒരാളാണ് ഭഗവാൻ. ഭഗവാൻ ചെയ്ത പ്രവൃത്തികളെയൊക്കെ ദുഷിപ്പിച്ച് ഭഗവാനെ വെറും കൊള്ളുകയില്ലാത്തവനാക്കാറുണ്ട് നമ്മളൊക്കെ. അങ്ങനെയുള്ള ഒരു ലീലയാണ്, അല്ലെങ്കിൽ ഭഗവാന്റെ ഒരു അവതാര സ്വരൂപമാണ് വാമനൻ. കള്ളനായ വാമനൻ, ചതിയൻ, കുലദ്രോഹി അല്ലേ? എന്തോ ചെയ്തു? പാവം പിടിച്ച മഹാബലിയെ ചവിട്ടി എവിടെ താത്തു? പാതാളത്തിൽ. ഇത് പറഞ്ഞൊപ്പിച്ചവർക്കറിയാം നമ്മൾ വിഡ്ഢികളാന്നുള്ളത് അറിയാം. എന്താ കാരണം? നമ്മൾ ഭാഗവതമോ ദേവി ഭാഗവതമോ ശിവപുരാണമോ ഗീതയോ, ആകപ്പാടെ ഗീത അറിയാവുന്ന അപ്പുറത്തെ ഗോപാലചേട്ടൻ മോള് ഗീത മാത്രമേ നമുക്കറിയാവൂ. അങ്ങനെ ഇതൊന്നും അറിയാൻ വയ്യാത്തവരായതുകൊണ്ട് നമ്മളെ പറഞ്ഞു പറ്റിക്കാൻ എളുപ്പമാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് എല്ലാവരും പറഞ്ഞു വരുത്തി വാമനമൂർത്തി മഹാചതിയനാണ്. അതവിടെ നിൽക്കട്ടെ. അത് കഴിഞ്ഞുള്ള ഒന്നാണ്, വെറും 7 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോ പെണ്ണുങ്ങൾ കുളിക്കുന്നത് കാണാൻ പോയി. അത് മാത്രമോ ഉള്ള തുണി മുഴുവൻ വാരിക്കൊണ്ട് പോളിച്ചു. അത് കഴിഞ്ഞാണ് മഹാഭാവി വേറൊന്നുകൂടെ ചെയ്തു. എന്തോന്നാ? പാതിരാത്രിക്ക് പെണ്ണുങ്ങളെ എല്ലാം വിളിച്ചു നിർത്തി വൃന്ദാവനത്തിൽ എന്ത് ചെയ്തു? രാസകേളിയാടി. ജനിച്ചപ്പം മുതൽ തുടങ്ങിയ മോഷണം എന്നാണ് നമ്മൾ പറയുന്നത്. കാരണം നമ്മൾ വലിയ കള്ളന്മാരായതുകൊണ്ട് നമ്മുടെ കള്ളത്തരം ആരും അറിയാതിരിക്കാൻ വേണ്ടി ഭഗവാന്റെ പേരിലാക്കി സർവ്വകള്ളത്തരം. ഭഗവാന്റെ മുതലും നമ്മൾ പിടിച്ചു വെച്ച് എന്റേതാണെന്നും പറഞ്ഞ് പിടിച്ചു പൂട്ടിക്കെട്ടി വെച്ചത് ഭഗവാൻ എടുത്തോണ്ട് പോയപ്പോ നമ്മൾ ഭഗവാനെ വിളിച്ചു. എന്ത് വിളിച്ചു? കള്ള. വലിയ കള്ളന്മാര് നമ്മളാണ്. അപ്പൊ എന്താണ് ഭഗവാൻ ഇത്തരത്തിലുള്ള ലീലകളൊക്കെ ആടാനുണ്ടായ കാരണം? ഈ പറഞ്ഞ ഗോവർദ്ധന ഉദ്ധാരണത്തിന് മുൻപ് ഭഗവാൻ ആടിയ ഒരു ലീലയാണ് കാളിയ മർദ്ദൻ. പാമ്പിന്റെ തലേ കയറി എന്തോ ചെയ്തു? ആടാന് ശ്രദ്ധിച്ചു. കാളിയൻ ആരാന്ന് നമുക്കറിയില്ല. ആകപ്പാടി അറിയുന്ന ഒരു വിഷമുള്ള പാമ്പാന്നറിയാം. അതിനേക്കാൾ വലിയ വിഷം ആർക്കുള്ളത്? നമുക്കുള്ളത്. കാളിയനേക്കാൾ വലിയ. അന്ന് ഒരു കാളിയനെ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് കോടിക്കണക്കിന് കാളിയന്മാരാണ് ഇപ്പോൾ അവിടെ ഉള്ളത് അല്ലേ? ഏതെങ്കിലും ഒരു വെള്ളത്തിലിറങ്ങി കുളിക്കാൻ പറ്റുമോ? ഇല്ല. എന്താ കാരണം? നമ്മളെപ്പോലുള്ള കാളിയന്മാരത് വിഷമയമാക്കി അല്ലേ? ശുദ്ധജലം ഉണ്ടോ എന്ന് കുടിക്കാൻ? ഇല്ല. എന്താ കാരണം? നമ്മളെപ്പോലുള്ള കാളിയന്മാരത് മലിനമാക്കി. അപ്പൊ കാളിയെ പ്രത്യേകിച്ച് വേറെ ആരുമല്ല. ആരാണ്? നമ്മൾ തന്നെ. ഉറപ്പിച്ചല്ലോ. നീ പോട്ടെ, കാളിയന് 1000 തലയുണ്ടായിരുന്നു, നമുക്ക് ലക്ഷക്കണക്കിന് തലയാ അല്ലെ? ഓരോ തലയ്ക്കകത്തുനിന്നും വരുന്ന വിഷം കേട്ടാല് കാളിയം പോലും തല താഴ്ത്തി നിൽക്കും. അതുപോലെ വിഷമാണ് നമ്മുടെ വായിന്ന് പുറത്തോട്ട് വീഴും. ആണോ അല്ലയോ? എന്താണെന്ന് വേണ്ടാത്ത ശരിയാണോ ഞാൻ പറയണേ? അത് കഴിഞ്ഞ ഒരു ആടിയ ലീലയാണ് ഈ പറഞ്ഞ ഗോപി വസ്ത്ര അപഹരണം. 7 വയസ്സ് പ്രായത്തില്. അന്നത്തെ കാലം ആയതുകൊണ്ട് എന്തായാലും ഭഗവാൻ പെണ്ണുങ്ങളുടെ നഗ്നത കാണാൻ പോകത്തില്ല എന്ന് ഉറപ്പാണ്. ഇന്നാണെ പറഞ്ഞിട്ട് കാര്യമില്ല. മുട്ടുകാലം എഴയാൻ പ്രായമാകുമ്പം മുതൽ അവൻ എന്തോരു പോകും? ഇത് കാണാൻ പോകും. കാരണം എന്താ കാരണം? തല വെക്കാൻ തുടങ്ങുമ്പോൾ ഇവൻ എന്തോത്തെ മാന്തുവാ. കാരണം അകത്ത് കിടന്നപ്പോ അമ്മ മാന്തിയത് മുഴുവൻ എന്തോന്നേല ഇതല്ല. അതുകൊണ്ടാ അമ്മ കൊടുത്ത ശീലവാ മക്കൾക്ക്. ഏത്? മാന്ത. ഈ ഗോപികമാര്
മകരമാസത്തിലെ കോച്ചുന്ന തണുപ്പത്ത്, നമുക്കിവിടെയും തണുപ്പില്ല. മകരമാസത്തിലെ തണുപ്പ് എന്ന് പറഞ്ഞാൽ നോർത്ത് ഇന്ത്യയില് 2-3 സ്വെറ്റർ ഇട്ടോണ്ട് വന്നാൽ പോലും തണുപ്പ് മാറാത്ത അവസ്ഥയുണ്ട് ചില സമയങ്ങളിൽ. അങ്ങനെയുള്ള കോച്ചുന്ന തണുപ്പത്ത് ബ്രാഹ്മ മുഹൂർത്തത്തില് അവര് കാളിന്തിയിൽ കുളിക്കാൻ പോകുമായിരുന്നു. ഇന്നലെ നമ്മൾ പറഞ്ഞു, ശ്രീരാമ അവതാര കാലത്ത് ഭഗവാൻ കൊടുത്ത മനസ്സുകൊണ്ട് അനുഗ്രഹിച്ചവരാണ് ഭഗവാനോട് ചേർന്ന് വരുന്നവരല്ല. അല്ലെ പൂർവ്വജന്മത്തിൽ ഭഗവാനുമായിട്ട് എന്തെങ്കിലുമൊക്കെ വൈരാഗ്യ ബുദ്ധിയുള്ളവരാണ് ഈ ജന്മത്തിൽ ഭഗവാനോട് യുദ്ധം ചെയ്യണതും അല്ലെങ്കിൽ ഭഗവാന്റെ കൈകൾ കൊണ്ട് നിഗ്രഹിക്കപ്പെട്ട് മുക്തിയിലേക്ക് പോണതുമൊക്കെ. അപ്പൊ ഈ ഗോപികമാര് ബ്രാഹ്മ മുഹൂർത്തത്തില് കാളിന്തിയിൽ പോയി വസ്ത്രമെല്ലാം കരയ്ക്ക് അഴിച്ചു വെച്ചിട്ടാണ് കുളിക്കുക. കാരണം ഇന്നത്തെ പോലെ സെക്കൻഡ് മാറാനുള്ള വസ്ത്രമൊന്നും ചിലപ്പം അന്ന് കാലത്ത് ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ടാവാം അതെല്ലാം തീരെ തഴിച്ചു വെച്ചിട്ടാണ് അവർ കുളിക്കാൻ വന്നത്. മുങ്ങി നിലപെടുന്ന അവര് പ്രാർത്ഥിക്കണത് ആ കാളിന്തിയിലെ മണ്ണ് കൊണ്ട് കാളി രൂപം ഉണ്ടാക്കി വെച്ചിട്ട് അവർ നിത്യേന പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഹേ കാർത്യായനി ഭഗവതി, ഈ നന്ദഗോപസുതൻ ഞങ്ങൾക്ക് പതിയായിട്ട് വരണം, ഭർത്താവായി വരണം എന്നല്ല പറഞ്ഞത്. കുട്ടിക്ക് എത്ര വയസ്സേ ഉള്ളൂ? 7 വയസ്സ്. നീ കാളിന്തിയിൽ കുളിച്ചിട്ട് പ്രാർത്ഥിക്കുന്ന ഗോപികമാർ 7 വയസ്സുകാരാണോ? അല്ല. യൗവനയുക്തകളായിട്ടുള്ള അല്ലെങ്കിൽ അതിനും മുകളിൽ പ്രായമുള്ള ഗോപികമാരാണ് പ്രാർത്ഥിക്കുന്നത്, ഈ നന്ദഗോപസുതൻ ഞങ്ങൾക്ക് പതിയായി വരണം എന്ന് പ്രാർത്ഥിക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഒരു പ്രാപഞ്ചികമായ രീതിയിലുള്ള പ്രാർത്ഥന അല്ല. എന്നാൽ പ്രാപഞ്ചികമല്ലേ എന്ന് ചോദിച്ചാൽ തീർത്തും അല്ല എന്നും പറയാൻ പറ്റില്ല. കാരണം ഈ കുട്ടിക്കാലത്ത് ഈ ഗോപികമാരൊക്കെ ഭഗവാനെ കെട്ടിപ്പിടിച്ചുമ്പ് കൊടുക്കുമായിരുന്നു. അല്ലെ? കുഞ്ഞുങ്ങളെയൊക്കെ കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യണം? നിങ്ങളൊക്കെ എന്താ ചെയ്യുക? കുഞ്ഞുങ്ങളെ കണ്ട തുണി അഴുക്കങ്ങ് മാറി എന്നാണ് പറഞ്ഞ് മാറ്റിയെടുത്തു. ഇല്ല, കുഞ്ഞുങ്ങളെ കണ്ടാൽ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുക. അങ്ങനെ ഭഗവാനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കാറുണ്ട്. പക്ഷെ തിരിച്ച് ഭഗവാൻ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുമ്പോൾ ഈ ഗോപികമാർക്ക് ഒരു കരുത്തനായ യുവാവ് തങ്ങളെ ചുംബിക്കുന്ന ഒരു അനുഭവമാണ് ഉണ്ടായെന്ന് പറയാം. തന്നെയുമല്ല, ഭഗവാന്റെ പല ലീലകൾ കണ്ടപ്പോഴും ഇത് സാധാരണക്കാരനായ വെറും ഒരു നന്ദഗോപരുടെ പുത്രന്മല്ല, അതിനൊക്കെ അപ്പുറത്ത് എന്തോ ആണ് എന്നൊരു ധാരണ ഈ ഗോപികമാരുടെ ഉള്ളിലുണ്ടായിരുന്നു. വിദ്യാഭ്യാസം എന്ന് പറയുന്ന സാധനമില്ലായിരുന്നു ആർക്ക്? ഗോപികമാർക്ക്. പക്ഷേ പരബ്രഹ്മസ്വരൂപനായിരിക്കുന്ന ഭഗവാനെ അവരറിഞ്ഞ് വിളിച്ചിരുന്നു. ഈ വിദ്യാഭ്യാസം എന്നത് ഭക്തിക്കൊരു കാരണമേ അല്ല. വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ കാര്യങ്ങളെ ഗ്രഹിക്കാൻ ഒരു എളുപ്പമുണ്ടെന്നുള്ളതല്ലാതെ വിദ്യാഭ്യാസമുള്ളവന് ഭക്തി ഉണ്ടാവണമെന്നില്ല, സംസ്കാരം ഉണ്ടാവണമെന്നില്ല. എന്നാൽ വലിയ വിദ്യാഭ്യാസം ഇല്ലാത്തവർക്ക് നല്ല സംസ്കാരമുള്ളവരുമുണ്ട്, ഭക്തിയുള്ളവരുണ്ട്. അതുകൊണ്ട് തന്നെ കാളിന്തിയില് കാളീദേവിയുടെ രൂപമുണ്ടാക്കി വെച്ചിട്ട് നിവേദ്യാദികളൊക്കെ കൊടുത്ത് മകരമാസത്തിൽ ഇവര് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് കാർത്യായനി മഹാമായേ മഹായോഗിന്യധീശ്വരി നന്ദഗോപസുതം ദേവി പതിമേ കുരുത്തേ നമ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ നിരന്തരമായിരിക്കുന്ന പ്രാർത്ഥന
ഭഗവാൻ അറിയുന്നുണ്ടായിരുന്നു. എന്നിട്ടോ ഭഗവാൻ തീരുമാനിച്ചു, എന്ത്, തന്നെ ആശ്രയിച്ചിട്ടുള്ള, തന്നെ കിട്ടണം എന്ന് പ്രാർത്ഥിക്കുന്ന ഈ ഗോപികമാർക്ക് ഒരനുഗ്രഹം കൊടുക്കണം. അതിനെന്താണ് ഉപാധി? ഭഗവാൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ എങ്ങനെങ്കിലും അങ്ങ് അനുഗ്രഹിക്കാന്നുള്ളതല്ല. എല്ലാവരെയും ഒരുപോലെയല്ല അനുഗ്രഹിക്കേണ്ടത്. ഓരോരുത്തരെയും ഓരോ വിധത്തിലാണ് ഭഗവാൻ അനുഗ്രഹിക്കുക. അതിനുള്ള സാഹചര്യങ്ങൾ ഭഗവാൻ തന്നെ ഒരുക്കി വെക്കുന്ന. അതുകൊണ്ട് തന്നെ ഗോപികമാരെ അനുഗ്രഹിക്കാൻ തീരുമാനിച്ച ഭഗവാൻ ഇവര് നിത്യേന കുളിക്കാൻ പോകുമ്പോ ഇവർ ഈ കാളിന്തിയിൽ ചെയ്യുന്ന പ്രാർത്ഥനകളും പൂജകളും ഒക്കെ അന്തര്യാമിയായിരിക്കുന്ന ഭഗവാൻ കൃത്യമായിട്ടറിയാം. അതുകൊണ്ട് ഭഗവാൻ എന്ത് ചെയ്തു? ഒരു ദിവസം ഇവര് ഇങ്ങനെ പോകുന്ന അവസരത്തിൽ കൂടെ പോയി. കൂടെ ചെന്ന ഇവര് കാണാതെ എന്ത് ചെയ്തു? ഇവര് ഈ തീരെ തഴിച്ചു വെച്ച വസ്ത്രം മുഴുവൻ മാറിക്കൊണ്ട് ഒറ്റ മുങ്ങുകയാണ്. ഇവരറിയുന്നില്ല പാവങ്ങളെ. അവര് കാളന്തിയിൽ ഇറങ്ങി കുളിയെല്ലാം കഴിഞ്ഞ് കാളീദേവിയെയും പൂജ കഴിഞ്ഞിട്ട് കര കയറാൻ നോക്കുമ്പോ ഒരൊറ്റ ഒരുത്തന്റെ തുണിയില്ല, എല്ലാം പോയി. പരിസരത്തെല്ലാം നോക്കിയത് ആരാ? ഇത്രയും കാലം ഇല്ലാത്ത ഒരു മോഷ്ടാവ്. അങ്ങനെ ചുറ്റുവട്ടം നോക്കിയപ്പോ ആരെയും കാണാനില്ല. നോക്കിയപ്പോ അവിടെ ഒരു കടമ്പിന്റെ ചില്ലകളിലെല്ലാം ഓരോരുത്തരുടെയും വസ്ത്രം ഇങ്ങനെ കെട്ടിത്തൂക്കിയിട്ടിട്ടുണ്ട്. അവിടെ നിന്ന് ഒരു പുല്ലാങ്കുഴൽ വായിക്കുന്ന ശബ്ദവും കേട്ടു. അപ്പോഴേ അവർക്ക് ഈ പുല്ലാങ്കുഴൽ നാദം കേൾക്കുമ്പോൾ അവർക്കറിയാം, പ്രത്യേകിച്ച് ഭഗവാന്റെ പുല്ലാങ്കുഴൽ നാദം ഒരു വ്യത്യസ്തമായ രീതിയിലായതുകൊണ്ട് ഈ ഗോപികമാർക്കെല്ലാം അറിയാം ഭഗവാന്റെ പുല്ലാങ്കുഴൽ നാദം. അത് കേട്ട് ഗോപികമാര് ആ കടമ്പിലേക്ക് നോക്കുമ്പോ അതിനിടക്കിരിപ്പുണ്ടാര്? വെള്ളത്തിന് കയറാൻ പറ്റുമോ? 7 വയസ്സേ ഉള്ളതിലും ഇരിക്കണതാരാ? ഒരു ആൺകൊച്ച. എങ്ങനെയാ ഇങ്ങനെ കയറുക? പറഞ്ഞു, ഹേ കണ്ണ, ഞങ്ങളുടെ വസ്ത്രമൊക്കെ ഇങ്ങനെയാട്ടെ, ഞങ്ങളൊന്ന് കരയ്ക്ക് കയറട്ടെ. ഭഗവാൻ പറഞ്ഞു, എന്തിനാ കരയ്ക്ക് കയറാൻ? എന്തിനാ വസ്ത്രം? ഇറങ്ങാൻ വസ്ത്രം വേണ്ടായിരുന്നല്ലോ, വേണമായിരുന്നോ? കൊണ്ട് കയറി വരാനും എന്ത് ആവശ്യമില്ല, വസ്ത്രം ആവശ്യമില്ല, നീ കയറി പോന്നോളൂ. പറഞ്ഞു, അങ്ങനെ എങ്ങനെയാ കണ്ണാ കയറി വരിക? എങ്ങനെയാ അങ്ങോട്ട് ഇറങ്ങിയെന്ന് വെച്ചാൽ അതുപോലെ ഇങ്ങോട്ടും കയറി പോന്നാൽ മതി, കുഴപ്പമൊന്നുമില്ല, ഞാനല്ലേ ഉള്ളൂ ഇവിടെ. ഭഗവാനോട്, കണ്ണാതേ, ഞങ്ങൾ നിന്റെ ദാസിമാരല്ലേ, ഞങ്ങളോട് ഇങ്ങനെ ചെയ്യാവോ? എത്ര കാലായിട്ട് നിന്നെ ഭജിക്കാം. ആ ഞങ്ങളോട് നീ ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ല കണ്ണ. അതുകൊണ്ട് വസ്ത്രം താ, ഞങ്ങൾ കരയ്ക്ക് കയറട്ടെ. നേരം വെളുത്ത് വരിക, കരയ്ക്ക് കയറണം. ആൾക്കാർ വരുന്നതിന് മുമ്പ് എന്ത് വേണം? കരയ്ക്ക് കയറണം. ഭഗവാൻ പറഞ്ഞു, ദാസിമാരാണെങ്കിൽ എന്ത് വേണം? യജമാനം പറയുന്നത് അനുസരിക്കും. ഇങ്ങനെയാണല്ലോ നമ്മളിപ്പം വീട്ടില് തെങ്ങിന് തടവെടുക്കാൻ ഒരുത്തനെ വിളിച്ചാവും വാഴയ്ക്ക് കുഴിയെടുത്താൽ നമ്മൾ സമ്മതിക്കുവോ? വൈകുന്നേരം കാശ് കൊടുക്കുവോ? അതുകൊണ്ട് യജമാനം പറയണത് ദാസിമാരനുസരിക്കണം. അതുകൊണ്ട് കയറി വന്നു. പറഞ്ഞു, ദേഷ്യം വരുന്നുണ്ട് കണ്ണ, ഞങ്ങൾ പോയി നന്ദനോടി എന്ന് പറയും ഇങ്ങനത്തെ വികൃതി കാണിക്കുന്നു. ഭഗവാൻ പറഞ്ഞു, അച്ഛനോട് പോയി പറഞ്ഞാൽ എനിക്കല്ല ഛേദം സംഭവിക്കാൻ പോണതാർക്കാ? നിങ്ങൾക്കാ. എന്താ കാരണം? 7 വയസ്സായി എന്റെ അടുത്തോട്ട് കയറി വരാൻ വയ്യാത്തവർ ഈ പരുവത്തിൽ എങ്ങോട്ട് പോകൂലെന്നറിയാം. നന്ദഗോപുരം എടുത്തോട്ട് പോകത്തില്ല, നല്ല ഉറപ്പുണ്ട് ഭഗവാൻ.
ഇവര് കയറി വരാനൊക്കെ ഒന്ന് തയ്യാറായപ്പോ അതിങ്ങനെ വെറുതെ കയറി വന്നാൽ പോരാ, 2 കൈയും ശിരസിങ്കൽ ഉയർത്തി പിടിച്ചുകൊണ്ട് തൊഴുതുകൊണ്ട് വരണമെന്നാ. ആലോചന സൂക്കേട് വല്ലതും ഉണ്ടോ? സ്ത്രീകളല്ലേ, അവർക്ക് സ്വാഭാവികമായിട്ടും പണ്ട് എന്തോ ഉണ്ടായിരുന്നു. ഇപ്പോഴാ അപ്പോ അവർക്ക് അങ്ങനെ കൈ ഉയർത്തിക്കൊണ്ട് തൊഴുതു വരാൻ ഒരു മടി. അവരൊരു കൈ കൊണ്ട് നാണം മറച്ചു, മറ്റേ കൈ ഇങ്ങനെ പിടിച്ചു. പറഞ്ഞു, ഏകകരം കൊണ്ട് ഈശനെ കൂപ്പുന്നവന്റെ മറുകര മറുക്കണം എന്നാണ് ശാസ്ത്രം. നമ്മളിപ്പോ സാധാരണ അമ്പലത്തിൽ പോയാൽ നമ്മളെങ്ങനെ തൊഴുക? ഇല്ലമേ ഞാൻ ഇതുവഴി വന്നിട്ടുണ്ട്, ഈ ഒന്ന് കണ്ടേക്കണം കേട്ടോ എന്നും പറഞ്ഞു അല്ലേ. എന്തിനാ ഈ കൈയൊക്കെ തന്നേന്ന്? എന്തിനാ 2 കൈ തന്നേ? നമുക്ക് എന്തിനാ 2 കൈ? നല്ല ശരിക്കുന്നു. ഒരു കീർത്തനം നിങ്ങൾ കേട്ടിട്ടില്ലേ? നാവെന്തിനു തന്നു ഭഗവാൻ, എന്തിനാ? നാരായണ നാമം പാടാൻ. കാതെന്തിനു തന്നു ഭഗവാൻ, എന്തിനാ? നാരായണ ഗീതം കേൾക്കാൻ. കണ്ണെന്തിനു തന്നു ഭഗവാൻ, നാരായണ രൂപം കാണാൻ. കാലെന്തിനു തന്നു ഭഗവാൻ, നാരായണ നിലയം പോകാൻ. കരമെന്തിനു തന്നു ഭഗവാൻ, നാരായണ പാദം കഴുകാൻ. ഇല്ലേ? അങ്ങനെ ഞാനൊന്ന് മാറ്റി. നാവെന്തിനു തന്നു ഭഗവാൻ, കണ്ടോന്റെ കുറ്റം പറയാൻ. കാതെന്തിനു തന്നു ഭഗവാൻ, കണ്ടോന്റെ കുറ്റം കേൾക്കാൻ. കരമെന്തിനു തന്നു ഭഗവാൻ, കണ്ടോന്റെ ചെള്ളക്കടിക്കാൻ. കാലെന്തിനു തന്നു ഭഗവാൻ, കൂടുതലും ബിവറേജിൻ ക്യൂവിൽ നിൽക്കാൻ. ഈ അവസ്ഥയിലേക്കായി. ആരെങ്കിലും നാരായണ നിലയത്തിൽ പോകണുണ്ടോ? ആരെങ്കിലും ഭഗവാനെ നാമം ജപിക്കുന്നുണ്ടോ? അതില്ല. പിന്നെ എങ്ങനെയാ നമ്മൾ നേരെയാവുക? അപ്പൊ എന്തിനാ ഈ കരങ്ങൾ തന്നത്? ഭഗവാന്റെ പാതാരവിന്ദങ്ങളെ തഴുകാനും ഭഗവാന്റെ മുൻപില് കൈകുളകൾ ഉയർത്തിക്കൊണ്ട് ഭഗവാനെ കുമ്പിടാനുമായിട്ടാണ്. അതിനാ 2 കൈ തന്നെ. അതുകൊണ്ട് ഈ 2 കരങ്ങളും ചേർത്ത് വെച്ച് തൊഴുതു വരണമെന്ന. അവസാനം ഒരു നിവൃത്തി ഇല്ലാതെയായി. ആർക്ക്? ഗോപികമാർക്ക്. ഭഗവാനോട് ഇനി തർക്കിച്ച് ജയിക്കാനൊന്നും സാധ്യമാവില്ല എന്ന് പണ്ടേ അറിയാം അവർക്ക്. എങ്കിലും പല തരത്തിലും പറഞ്ഞു നോക്കിയിട്ടൊന്നും ഒരു രക്ഷയില്ല. അവസാനം 2 കൈകളും ഉയർത്തിക്കൊണ്ട് നേരെ ഭഗവാന്റെ തിരുമുൻപിലേക്ക് ചെന്നു. കാരുണ്യമൂർത്തിയായ ഭഗവാൻ പറഞ്ഞു, ഹേ ഗോപികമാരെ, നിങ്ങളുടെ ഈ നഗ്നമായ ശരീരം കണ്ടിട്ട് അതിനെ ആസ്വദിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ നിങ്ങളോട് ഇങ്ങനെ വരാൻ പറഞ്ഞത്. പിന്നെയോ, നിങ്ങളൊരു മഹാ അപരാധം ചെയ്യുന്നുണ്ട്. എന്താണ്? കാർത്യായനി ദേവിയോട് എന്നെ കിട്ടണമെന്ന് പ്രാർത്ഥിക്കുന്ന പുണ്യകർമ്മം ചെയ്യുന്നതോടൊപ്പം ജീവന്റെ നിലനിൽപ്പിന് ആധാരമായി നിൽക്കുന്ന ജലത്തിൽ നഗ്നരായി ഇറങ്ങി കുളിച്ചു എന്നത് മഹാ അപരാധമാണ്. ഈശ്വര നിന്ദയാണ്. വിവസ്ത്രരായിട്ട് ജലാശയത്തിൽ ഇറങ്ങി കുളിക്കാൻ പാടില്ല. മഹാപരാധം. ചില കാര്യങ്ങൾ ജലത്തിൽ ചെയ്യാൻ പാടില്ല. എന്താ? ഒന്ന് വിവസ്ത്രരായിട്ട് നിന്ന് കുളിക്കുക,
2 നിർമ്മാല്യ വസ്തുക്കൾ ഒഴുക്കുക, 3 മലമൂത്ര വിസർജനം ചെയ്യുക, 4 അഴുകിയ വസ്ത്രങ്ങൾ എന്ന് വെച്ചാൽ അത്യധികമായിട്ട് ചീത്തയായിട്ടുള്ള വസ്ത്രങ്ങൾ കൊണ്ട് കഴുകുക, ജലത്തിൽ നിന്നുകൊണ്ട് എണ്ണ തേക്കുക, ഒരു ജലാശയത്തിൽ നിന്നുകൊണ്ട് മറ്റൊരു ജലാശയത്തെ പുകഴ്ത്തി പറയുക, ജലാശയത്തിൽ ഇറങ്ങി നിന്നുകൊണ്ട് രതിക്രീഡകൾ കാണിക്കുക. ഇതൊന്നും ചെയ്യാൻ പാടില്ല. എന്താ കാരണം? ഒരു മനുഷ്യന്റെ ജീവിതത്തില് അവന് ഉൽപ്പത്തിക്ക് പോലും കാരണമായി നിൽക്കുന്നത് ജലമാണ്. അവന്റെ ജീവനെ നിലനിർത്തുന്നതും ജലം. അതുകൊണ്ടാണ് ഗംഗാമാതാവ്, കാളിന്തി മാതാവ്, യമുനാ മാതാവ് എന്ന് വിശേഷിപ്പിക്കാനുള്ള കാരണം. ആഹാരമില്ലെങ്കിലും നിലനിൽക്കാം, പക്ഷെ എന്തില്ലാതെ നിലനിൽക്കാൻ കഴിയില്ല? ജലമില്ലാതെ നിലനിൽക്കാൻ കഴിയില്ല. തന്നെയുമല്ല, ഒരു ജീവന്റെ ഉത്പത്തി എന്ന് പറയുന്നത് ജലത്തിലാണ്. ജലമില്ലാതെ ഒരു ജീവനും സൃഷ്ടിക്കപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ ജലാശയങ്ങളെ അത്രമാത്രം പവിത്രമായിട്ട് കാത്തു സൂക്ഷിക്കണം. അതുകൊണ്ട് നിങ്ങൾ ഈ ചെയ്ത തെറ്റിന് ഒരു പ്രായശ്ചിത്തം എന്ന വണ്ണമാണ് നിങ്ങളോട് ഈ തരത്തിൽ എന്റെ മുൻപിലേക്ക് കടന്നു വരാനായിട്ട് ഞാൻ പറഞ്ഞത്. ഈ കുട്ടികളെ നമ്മൾ ശിക്ഷിക്കാറുണ്ടല്ലേ? എല്ലാ തെറ്റിനും ഒരുപോലാണോ നമ്മൾ ശിക്ഷിക്കുക? കുട്ടികളെ ചെയ്യുന്ന തെറ്റിനെല്ലാം ചൂരലെടുത്തു വെച്ചാൽ കാച്ചുവോ? ഇല്ല. ചിലതെന്ത് ചെയ്യും? പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. ചിലത് ഒരു നുള്ളു കൊടുത്തു ചെയ്യും, ഇല്ലേ? ചിലതിന് ഒരു നേരത്തെ ശാപ്പാട് കൊടുക്കാതിരിക്കും, ചിലതിന് ചൂരലെടുത്ത് കാച്ചു. അപ്പൊ ചില തെറ്റുകൾ ചെയ്യുമ്പോൾ ആ തെറ്റുകൾക്ക് അനുസൃതമായ ശിക്ഷകൾ കൊടുക്കുമ്പോൾ മാത്രമേ അവരുടെ മനസ്സിലത് ഓർമ്മ നിൽക്കുള്ളൂ. ഇവിടെ വെറുതെ പറഞ്ഞു പോയാൽ ഗോപികമാര് ഒരു കുട്ടിയാണ് പറയുന്നത് എന്ന് വിചാരിച്ചിട്ട് അതിനെ തള്ളിക്കളയും. അതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ എന്നും ഓർമ്മയിൽ നിലനിൽക്കുന്ന വിധത്തിലുള്ള ഒരു ശിക്ഷ കൊടുത്തുകൊണ്ട് അവരെ ആ തെറ്റിൽ നിന്നും പിന്തിരിപ്പിക്കുകയായിരുന്നു ഭഗവാന്റെ ഉദ്ദേശം. ഇനി അതിനപ്പുറം മറ്റൊരു ചിന്ത എന്താന്ന് വെച്ചാൽ, പരമാനന്ദമൂർത്തിയായിരിക്കുന്ന ആത്മസ്വരൂപിയായിരിക്കുന്ന ഭഗവാനോടൊപ്പം വൃന്ദാവനത്തില് രാസക്രീഡ കളിക്കുന്നത് ഈ ഗോപിമാരാണ്. ഉച്ച കഴിയുമ്പോൾ അത് പാരായണം ചെയ്യും. അപ്പൊ അവിടെ പറയുന്നുണ്ട്, ഭഗവാനോടൊപ്പം രാസക്രീഡയിൽ പങ്കെടുത്ത് ഗോപികമാരുടെ വസ്ത്രത്തിലുണ്ടായ സ്ഥാനചലനം പോലും അറിയാതെ ഭഗവാനോട് ചേർന്ന് നിന്നുകൊണ്ട് ലീലകളാടിയെന്നു മാത്രമല്ല, ഭഗവാൻ വായിലിട്ട് ചവച്ചുകൊണ്ടിരുന്ന ചർവിത താമ്പൂലം എന്ന് പറയാം, ചവച്ച താമ്പൂലം വിരലിട്ട് വായിന്ന് വലിച്ചെടുത്ത് ഗോപികമാർ അവരുടെ വായിലിട്ട് ചവച്ചു എന്നാണ്. അത്രമാത്രം പരമാത്മസ്വരൂപത്തിലേക്ക് വിലയം പ്രാപിക്കുന്ന, അല്ലെങ്കിൽ പരമാത്മസ്വരൂപമായി തിരികിച്ചേരേണ്ട ഗോപികമാർക്ക് ഒരിക്കലും ശരീരബോധം ഉണ്ടാവാൻ പാടില്ല. നമുക്കൊക്കെ എന്താ ഭഗവാനെ അറിയാനോ അനുഭവിക്കാനോ പറ്റാത്തതെന്ന് ചോദിച്ചാൽ പരമപ്രധാനമായ കാരണം ശരീരബോധം.
ഒരു ഉദാഹരണം പറഞ്ഞാല്, നമ്മളിവിടെ തൊഴാൻ വന്ന് നിൽക്കുന്നു എന്ന് വിചാരിക്കാം. ചില ക്ഷേത്രങ്ങളിൽ ചെന്നാൽ ഷർട്ട് ഊരണം, ചിലടത്ത് എന്നാൽ ഊരണ്ട. ഇപ്പം പിന്നെ എന്താ പറയുക, എല്ലാം ഉത്ഥാനമായതുകൊണ്ട് ഇപ്പം എങ്ങനെ വേണേലും കയറിക്കും എന്നൊക്കെ ഓരോരുത്തരും പറയുന്നുണ്ട്. അതെന്തുമാവട്ടെ, അതവിടെ നിൽക്കട്ടെ. എല്ലാ അപ്പന്റെയും വീട്ടിൽ ഒരുപോലെ കയറി ചെല്ലാൻ പറ്റുമോ? പറ്റുമോ? മനസ്സിലായില്ല. പണക്കാരന്റെ വീട്ടിൽ ചെന്ന്, പാവപ്പെട്ടവന്റെ ഒരു വീട്ടിൽ ചെന്ന് കയറുന്ന പോലെ പണക്കാരന്റെ വീട്ടിൽ ചെന്ന് കയറാൻ പറ്റുമോ? പറ്റുമോ? അപ്പൊ അവിടെ വ്യത്യാസം ഉണ്ട്. അതുപോലെയാണ് ഓരോ ക്ഷേത്രങ്ങളുടെയും സങ്കല്പവും നിർമ്മാണവും അവിടുത്തെ പൂജാവിധികളും എല്ലാം വ്യത്യസ്തങ്ങളാണ്. ആരാധന സങ്കല്പം തന്നെ വ്യത്യാസം. അത് തന്നെയാണ് നമ്മുടെ മഹത്വം. ഒന്നിന് തന്നെ വിവിധങ്ങളായിരിക്കുന്ന സങ്കല്പത്തെ കൊടുത്തുകൊണ്ട്, വിവിധങ്ങളായിരിക്കുന്ന ആരാധനാക്രമങ്ങളെ കൊടുത്തുകൊണ്ട് സൃഷ്ടിക്കുന്നതാണ് ഓരോ ക്ഷേത്രങ്ങളും. അതിന് ആൾക്കാരൊക്കെ പറയുന്നത് ഷർട്ടിട്ടോട്ട് കയറുന്നതുകൊണ്ട് എന്താ കുഴപ്പമെന്ന് ചോദിച്ചാൽ ഒരു കുഴപ്പമില്ല എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. പക്ഷെ അതിനൊരു സങ്കല്പം നമ്മൾ കൊടുക്കണതാണ്. പണ്ട് രാജാക്കന്മാരെ കാണാൻ പോകുമ്പോൾ, അല്ലെ തമ്പുരാക്കന്മാരെയൊക്കെ കാണാൻ പോകുമ്പോ മേൽമുണ്ട് ഉപയോഗിച്ചിരുന്നവർ അവരുടെ മുമ്പിൽ ചെല്ലുമ്പോൾ അതെടുത്ത് എന്ത് ചെയ്യും? അരയെ കെട്ടും. തലയെ കെട്ടുണ്ടെങ്കിൽ ഉടനെ അത് അഴിച്ചൊന്ന് കുടഞ്ഞ് അരയെ കെട്ടും. എന്തിനായിരുന്നു അത്? അപ്പൊ നമ്മളെക്കാൾ കുറച്ചുകൂടി ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരുവനെ കാണുമ്പോ, അല്ലെങ്കിൽ നമ്മളെക്കാൾ മുതിർന്ന ഒരാളെ കാണുമ്പോ നമ്മൾ അവരുടെ മുൻപില് എന്ത് ചെയ്യും? ഒരു ബഹുമാനം കൊടുക്കുക. അപ്പൊ അതുകൊണ്ട് ക്ഷേത്രത്തിനകത്തേക്ക് കയറുമ്പോ ആ ഷർട്ട് ഉപയോഗിക്കാതെ കയറുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ, ഈ ദീപം കണ്ടില്ലേ? ആ വിളക്കണ്ടില്ലേ? ഇരിക്കുന്ന വിളക്കുണ്ട, തട്ടുവിളക്ക് കണ്ടില്ലേ? അവിടെ ഇരിക്കുന്ന തട്ടുവിളക്ക് കണ്ടോ? അതിനടിയിലൊരു സാധനം ഇരിപ്പുണ്ട്. എന്തോന്നാ? ഇപ്പോഴാ അതൊക്കെ തപ്പുന്നേ. ആമ. എന്തിനാ ആമ അതിന്റെ മൂട്ടിൽ വെച്ച് വിളക്ക് മൂടി വെച്ചേക്കണേ? നന്നായി. കല്യാണത്തിന് പോയി. എപ്പോഴെങ്കിലും വരാൻ പറ്റില്ല. അപ്പോ എന്തിനാ ആമ അവിടെ വെച്ചിരിക്കണേ? വെറുതെ ഒരു വിളക്ക് അവിടെ വെച്ചാൽ പോരെ? നിങ്ങൾക്ക് എന്തോ തോന്നി? ഒരു അലങ്കാരത്തിന് വേണ്ടിയിട്ട് അടി കൊടുത്താണോ? ആണോ? പിന്നെ ആമയ്ക്കൊരു സ്വഭാവം ഉണ്ട്. എന്താ? ആമയുടെ സ്വഭാവം എന്താ? അത് വെള്ളത്തിൽ നീന്തും. പിന്നെ അത് എന്തെങ്കിലും തനിക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുന്ന എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നിയാൽ അത് തന്റെ തലയും കാലും എല്ലാം എന്ത് ചെയ്യും? ഉള്ളിലേക്കങ്ങ് വലിക്കും. ഇതുപോലെ ക്ഷേത്ര ദർശനത്തിനായിട്ട് ചെല്ലുന്ന ഒരുവൻ ഏതൊരു വിധത്തിലാണോ ആമ തന്റെ അവയവങ്ങളെ ഉൾവലിക്കുന്നത്, അതേപോലെ ക്ഷേത്ര ദർശനത്തിനായിട്ട് ചെല്ലുന്നവൻ അവന്റെ ഇന്ദ്രിയങ്ങളെ ഉൾവലിച്ചുകൊണ്ടാവണം അകത്തേക്ക് കിടക്കണം. എന്ന് വെച്ചാൽ ഇന്ദ്രിയങ്ങൾ ഉൾവലിഞ്ഞു കഴിയുമ്പോ പുറത്ത് നടക്കണതൊന്നും അറിയില്ല എന്ന് മാത്രമല്ല, ഞാൻ ഈ ശരീരമാണെന്നുള്ള ബോധം കൂടി അവിടെ നഷ്ടപ്പെടും. അപ്പൊ ഭഗവാന്റെ അല്ലെങ്കിൽ ഭഗവതിയുടെ മുമ്പിൽ ചെല്ലുമ്പോൾ ഞാൻ ഈ ശരീരമല്ല,
എന്ന ബോധത്തോടുകൂടി, അല്ലെങ്കിൽ ശരീരബോധമില്ലാതെ ശരീരത്തിൽ അഭിമാനം കൊടുക്കാതെ വേണം എവിടേക്കെല്ലാം ഭഗവാന്റെ മുമ്പിലേക്ക് ചെല്ലാൻ. അപ്പോ വസ്ത്രം അഴിക്കുമ്പോ സ്വാഭാവികമായിട്ടും നമ്മുടെ ഉള്ളിൽ എന്തൊരു ധാരണ ഉണ്ടാവും? ഈ ശരീരബോധത്വം നഷ്ടപ്പെടും. ആ ശരീരബോധം നഷ്ടപ്പെടുത്തിക്കൊണ്ട് വേണം ഈശ്വരന്റെ മുൻപിലേക്ക് ചെല്ലാൻ. ഞാനെന്ന അഭിമാനം നടിച്ചുകൊണ്ട് കയറി ചെല്ലാൻ പാടില്ല. അപ്പൊ ചോദിക്കും, സ്ത്രീകളോട് ഊരാൻ പറയണില്ലല്ലോ, അവർക്ക് ശരീരബോധം ഇല്ലേ? അതും അറിയണ്ടേ? എന്റെ എളിയ അറിവ് വെച്ച് പറഞ്ഞാൽ, സ്ത്രീയെ സംബന്ധിച്ച് അവൾ പ്രകൃതിയുടെ സ്വരൂപമായത് കൊണ്ട് തന്നെ ഒരു എനർജറ്റിക് ആയിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് കയറി ചെല്ലുമ്പം സ്വാഭാവികമായിട്ടും എന്തെല്ലാം ഉണ്ടായാലും അവളിലേക്ക് ആ എനർജി കയറി വരും. പുരുഷന് അത്രയ്ക്ക് പോരാതിരിക്കും. എന്നാൽ എന്റെ അറിവ് കേട്ടോ ശരിയോ തെറ്റോ എനിക്ക് അറിഞ്ഞുകൂടാ. ഇനി ഇതൊക്കെ കേട്ടിട്ട് ചീത്ത വിളിക്കുന്നവരുണ്ടാവാം, അതെന്നെ സംബന്ധിച്ച് എനിക്കത് വിഷയമല്ല. ഇവിടെ ഭഗവാൻ കാട്ടിയതും അത് തന്നെയാണ്. പരമാത്മസ്വരൂപത്തെ അറിഞ്ഞനുഭവിക്കണമെങ്കിൽ ഞാൻ ഈ ശരീരമല്ല എന്ന ബോധമുള്ളിൽ ഉറപ്പിക്കണം. അപ്പൊ അതിനോട് ചേർത്ത് ഞാൻ പറഞ്ഞു വന്നത്, സ്ത്രീകളൊക്കെ അല്ലെങ്കിൽ പുരുഷന്മാരായാലും ഇപ്പൊ ഞങ്ങളുടെ അവിടെ അമ്പലത്തിൽ ചില പിള്ളേർ കയറി വരും. ഇപ്പോഴത്തെ ഒരു ന്യൂ യോ പിള്ളേരൊക്കെ കയറി വരും അമ്പലത്തിൽ. അപ്പൊ അങ്ങനെയാണല്ലോ പറയാ, ഇങ്ങനല്ലേ പിടിക്കുക, യോ ബൊറോ സിസ് മം ഡൻ ഇത്രയൊക്കെ ഉള്ളൂ, മൊത്തം പറയുന്നില്ല. ഇവര് വന്നിട്ട് ഷർട്ട് പോലും കേട്ടോ, ഡീസന്റ് ആയിട്ട് ഷർട്ട് പോലും, ഒരു കൈ ഊരി ഇങ്ങനെ ഇടും. എന്നിട്ട് ഇവിടെ മുതലുള്ള ബട്ടൺസ് മുഴുവൻ ഇടും. സ്വാഭാവികമായിട്ടും നോക്കിക്കഴിഞ്ഞാൽ ഒരു കൈയില്ലാത്തവന് അകത്തോട്ട് പോകാൻ തോന്നും. എന്നിട്ട് എന്ത് ചെയ്യും? ഇവിടുത്തെ ഒരു ബട്ടൺ അഴിച്ചിടും. എന്നിട്ട് ഈ കൈ ഇതിനകത്തോടെ കയറ്റും. എന്നിട്ട് മറ്റേ കൈ ഇങ്ങനെ പിടിക്കും. ഇത്ര വിഷമിച്ച് നീ എന്തിനാണ് അമ്പലത്തിൽ വന്നേ? ഉണ്ടോ? അതിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. പോട്ടെ. പിന്നെ ഞാൻ ആശ്വസിക്കുന്ന എന്തായാലും അങ്ങനാണെങ്കിലും അതിനകത്തൊന്ന് കാല് കുത്താൻ തോന്നുന്നുണ്ടല്ലോ, അത് തന്നെ വലിയ കാര്യം. ഇപ്പൊ കഴിഞ്ഞിടയ്ക്ക് എന്നോട് ഒരാൾ ചോദിച്ചു, സ്വാമി ഇപ്പോഴത്തെ പിള്ളേരിടുന്ന ഈ ബറമൂടായിക്കൊണ്ട് അമ്പലത്തിൽ പോകുന്നതിന് കുഴപ്പം വല്ലതും ഉണ്ടോ? ഞാൻ പറഞ്ഞു, 4000 5000 കൊടുത്ത് അവിടെ ഇവിടെ തൊളയുള്ള ജീൻസ് മേടിച്ചിടുന്നതിനേക്കാൾ ഭേദമാ ബർമൂഡ. പണ്ടൊക്കെ കാശ് കൊടുത്ത് തുണി മേടിച്ച് കൂട്ടിയടിച്ച് ഉപയോഗിക്കാറുണ്ട്. ഇപ്പം കാശ് കൊടുത്ത് ഡിസ്കൗണ്ട് ഉള്ള തുണിയാണ് മേടിക്കണേ. എവിടൊക്കെ തുള വേണമെന്ന് ഇപ്പൊ അവർ തീരുമാനിക്കും. അതൊക്കെ ഇട്ടുകൊണ്ട് പോകുന്നതിൽ ഭേദമാണല്ലോ എന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് നിക്കർ ഇട്ടുകൊണ്ട് പോയാലും പണ്ടൊക്കെ കുട്ടിക്കാലത്ത് നിക്കർ ഇട്ടുകൊണ്ടല്ലേ പോന്നേ. ഇപ്പൊ പണ്ട് കാലത്ത് ഇട്ടതൊക്കെ ഇപ്പം മുതിർന്നപ്പോഴായിരുന്നേ. എന്തുള്ളൊരു വ്യത്യാസം സാരില്ല. അങ്ങനെ വരുന്നെങ്കിൽ അങ്ങനെ വരണ്ട. അത്രയെങ്കിൽ എന്നാലും ഞാൻ പറയാറുണ്ട്, ഒരു ക്ഷേത്രത്തിൽ വരുമ്പോൾ അവിടുത്തെ സംസ്കാരത്തിനും അവിടുത്തെ ആചാരത്തിനും അനുസരിച്ചുള്ള വസ്ത്രധാരണമാണ് ഏറ്റവും ശ്രേഷ്ഠം. അപ്പൊ അതുപോലാണ് സ്ത്രീവർഗവും. ഇപ്പൊ കാലിൻസ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, കേട്ടിട്ടില്ലേ? കാലിൻസ് കേട്ടിട്ടില്ല? ഒരു രാത്രി ഉപയോഗിക്കേണ്ട ഒരു ഡ്രസ്സാണ്. എന്നാ എന്റെ അറിവ് പിടികിട്ടിയില്ലേ നിങ്ങൾക്ക്? നിങ്ങളത് മലയാളത്തിൽ ലെഗ് ഇൻസ് എന്ന് പറയുന്നു, ഞാൻ ഇംഗ്ലീഷിൽ കാലിൻസ് എന്ന് പറഞ്ഞത് മാത്രം. ഇപ്പൊ അതൊക്കെ ഇട്ടുകൊണ്ട് അമ്പലത്തിൽ പോകുന്നേ. ഇപ്പൊ പിന്നെന്തോ പറയാനോ ഒന്നും പറയാതിരിക്കുന്നതാ ഭേദം. പോട്ടെ. അപ്പൊ
അപ്പൊ നമുക്കൊക്കെ ശരീരബോധം ഉണ്ടോന്ന് ചോദിച്ചാൽ നമുക്കൊക്കെ ശരീരബോധമുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ടാണല്ലോ ഈ പറഞ്ഞ ആമ്പിള്ളാർ ഇങ്ങനെ ഇടുന്നതിന്റെ കാരണം. നിങ്ങൾ സ്ത്രീകളാണെങ്കിൽ സാരിയൊക്കെ എടുത്തോണ്ട് പോകുന്നെങ്കിൽ ഈ തൊഴുതുകൊണ്ട് നിൽക്കുന്നതിനിടെ ഇതൊന്ന് ഊർന്നു പോയാൽ എന്തോ ചെയ്യും? എന്താ ചെയ്യാ? കുന്ത പോട്ടെ എന്ന് പറയോ? ആണോ? ഇതൊക്കെ എങ്ങനെയാണ്? ഇല്ല, ഉടനെ അതെന്ത് ചെയ്യും? പിടിച്ചു മുകളിലോട്ട് നോക്കും. അപ്പൊ എന്റെ ചോദ്യം എന്താന്ന് ചോദിച്ചാൽ, നമ്മളെ ശ്രദ്ധ മുഴുവൻ എന്തിലായിരുന്നു? നമ്മുടെ ഈ ശരീരത്തിലും ഈ വസ്ത്രത്തിലുമായിരുന്നു, അല്ലേ? ആണോ അല്ലയോ? അപ്പൊ ആ ശരീരബോധത്തോടു കൂടി നാം അവിടെ നിന്നുകൊണ്ട് ആ ക്ഷേത്ര ദർശനം നടത്തുമ്പം എത്രമാത്രം നമുക്കത് ഗുണകരമായി ഭവിക്കും എന്നും പറഞ്ഞ് നാളെ മുതൽ അത് ഊർന്നു പോകുമ്പോൾ അവിടെ കിടന്നോട്ടെ എന്ന് പറഞ്ഞ് നിൽക്കണമെന്നല്ല ഞാൻ പറഞ്ഞതിനർത്ഥം. ഇവിടെ ഭഗവാനോട് അതായത് അന്തര്യാമിയായിരിക്കുന്ന പരമാത്മസ്വരൂപനായിരിക്കുന്ന ഭഗവാനോട് ലയം പ്രാപിക്കണമെങ്കിൽ, ആനന്ദാമൃതം അനുഭവിക്കണമെങ്കിൽ അവിടെ ശരീരബോധമുള്ളവനെ സംബന്ധിച്ച് അവന് സാധ്യമാവില്ല. അതുകൊണ്ട് തന്നെ തന്നോടൊപ്പം തന്നിലേക്ക് ലയിക്കാൻ വേണ്ടി തയ്യാറെടുക്കുന്ന ഈ ഗോപികമാർക്ക് ശരീരബോധത്തെ ഇല്ലാതെയാക്കുക എന്നത്, പ്രത്യേകിച്ച് ഭഗവാന്റെ ഒരു ലീല എന്താന്ന് വെച്ചാൽ, ഏതൊന്നാണോ ഒരുവന് തന്നിലേക്ക് വന്നു ചേരാൻ തടസ്സമായി നിൽക്കുന്നത്, ആ തടസ്സത്തെ ഇല്ലാതെയാക്കിക്കൊണ്ട് തന്റെ ഭക്തനെ തന്നിലേക്ക് ചേർക്കുക എന്നതാണ് ഭഗവാന്റെ ലീല. ഇനി മുമ്പേ ഞാൻ പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു? ഭഗവാന്റെ വായിൽ കിടക്കുന്ന, ഭഗവാൻ ചവച്ച താമ്പൂലത്തെ വിരലിട്ട് വലിച്ചെടുത്ത് തന്റെ വായിലേക്കിട്ട് ചവച്ചു ഗോപികമാര്. ഒരു കുഞ്ഞിന്റെ വായിൽ നിന്ന് വീഴുന്ന ചോറ് ഇന്ന് അമ്മ ഉണ്ണുവോ? പണ്ട് കാലത്ത് ഉണ്ണി ഉണ്ട് കഴിഞ്ഞാൽ മിച്ചം ആർക്കുള്ളതായിരുന്നു? അമ്മയ്ക്ക്. ഭർത്താവ് ഉണ്ട് കഴിഞ്ഞാലോ? ഇന്ന് ഭർത്താവ് ഉണ്ടതിന്റെ ബാക്കി ആരാ തിന്നുന്നേ? കൂട്ടിക്കിടക്കണ. അപ്പൊ അങ്ങനെയുള്ള ഭാര്യ ആരാ? ഞാൻ ഒന്നും പറഞ്ഞില്ല, എല്ലാം പറയണത് നിങ്ങളാ. അതുകൊണ്ട് എന്താ ഗുണം? ഭാര്യയേക്കാൾ കൂടുതൽ സ്നേഹം ആർക്കുണ്ട്? മനസ്സിലാവണെന്താ പറയണേ? അപ്പൊ അതുകൊണ്ട് ഭഗവാൻ ഇവിടെ എന്തിനീ ഒരു ലീല അടിയെന്ന് ചോദിച്ചാൽ, തന്നെ ആശ്രയിക്കുന്ന, തന്നെ ലഭിക്കണം എന്ന് ആഗ്രഹിക്കുന്ന തന്റെ ഭക്തരായിട്ടുള്ള ഗോപികമാരെ തന്നിലേക്ക് ലയിപ്പിക്കാൻ, തന്നിലേക്ക് ചേർന്ന് നിൽക്കാൻ, തന്നിലേക്ക് രമിക്കാനായിട്ട് തടസ്സമായി നിൽക്കുന്നത് ശരീരബോധമാണ്. അതുകൊണ്ട് ആ ശരീരബോധത്തെ ഒഴിവാക്കിക്കൊണ്ട് തന്റെ ഭക്തരെ തന്നിലേക്ക് ലയിപ്പിക്കാവുന്നൊരു ലക്ഷ്യം കൂടി ഭഗവാൻ അവിടെ ഉണ്ടായിരുന്നു. അതിനു വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇത്തരത്തിലൊരു ലീല ഈ ഗോപികമാരോട് ആടിയത്. ഇനിയോ ഇതെല്ലാം കഴിഞ്ഞു. ഗോപി നമ്മളാണ് എന്തോ ഇതിനെ തുണിയൊക്കെ കൈ കിട്ടി നമ്മളെന്തോ ചെയ്യും? ഫസ്റ്റിലെ പോകുന്ന എങ്ങോട്ടായിരിക്കും? നമ്മളാണ് ആ ഗോപികമാരുടെ സ്ഥാനത്തെങ്കിൽ ഈ വസ്ത്രമൊക്കെ കെട്ടിക്കഴിഞ്ഞാൽ ആദ്യം ഓടുന്നത് എങ്ങോട്ടായിരിക്കും? നമ്മള് നന്ദഗോപുരുടെ അടുത്തോട്ടായിരിക്കും. എന്തിനാ കംപ്ലൈന്റ് പറയാൻ? പക്ഷെ ഇവിടെ ഗോപികമാർ ഒരു കംപ്ലൈന്റും പറഞ്ഞില്ലെന്ന് മാത്രമല്ല, ഭഗവാനോടുള്ള പ്രേമം അത്യധികമായി കൂടുകയും ചെയ്യുന്നു. ഭഗവാനോട് ഒരു വിദ്വേഷവും തോന്നിയില്ല. ഇന്നലെ ഞാൻ പറഞ്ഞു, സ്നേഹിക്കല്ല വേണ്ടത്, പ്രേമിക്കണം എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ആരെങ്കിലും പ്രേമിക്കാൻ തുടങ്ങിയോ? ഇന്നലെ മുതൽ ആരെങ്കിലും പ്രേമിക്കാൻ തുടങ്ങിയോ? ഇല്ല. എന്തുകൊണ്ടാ ഭഗവാനെ കുറിച്ച് ഒരു കംപ്ലൈന്റ് നന്ദഗോപുരം എടുത്ത് പോകാഞ്ഞത്? അവർക്ക് ഭഗവാനോട് അഗാധമായ പ്രേമമായതുകൊണ്ട്.
പ്രേമമുള്ളിടത്തൊരിടത്തും എന്തില്ല? കോപവുമില്ല, പരിഭവങ്ങളും ഇല്ല. പ്രേമിക്കാത്തത് കൊണ്ടാണ് നമുക്ക് എല്ലാത്തിലും ഓരോ കുറവുകളെ കണ്ടെത്താനായിട്ട് തോന്നുന്നത്. ഇന്നലെ ഞാൻ പറഞ്ഞു, പ്രേമം എന്നത് ഹൃദയങ്ങൾ തമ്മിലുള്ള ഇഴുകിച്ചേരലിൽ ഉണ്ടാകുന്ന ആനന്ദ അനുഭൂതിയാണ് പ്രേമം. സ്നേഹം ശരീര സംബന്ധിയാണ്. പിടികിട്ടുന്നുണ്ടോ? മനസ്സിലായോ പറഞ്ഞേ? ഇപ്പൊ ഭഗവാൻ ആടിയ ലീല നമ്മുടെ കണ്ണുകൊണ്ട് നോക്കുമ്പം അത് ശരിയല്ല എന്ന് തോന്നുന്നുവെങ്കിലും അത് നമ്മുടെ കുഴപ്പമാണേ. നമ്മുടെ മനസ്സിന്റെ വൈകൃത ഭാവം കൊണ്ടാണ് നമുക്കത് ശരിയല്ല എന്ന് തോന്നുന്നത്. പക്ഷെ ഭഗവാൻ ഇവിടെ തന്റെ ഭക്തരെ അനുഗ്രഹിക്കുക ചെയ്തു. അതുകൊണ്ട് ഒരു തരത്തിലും ഭഗവാന്റെ ആ ലീലയെ എന്ത് ചെയ്യരുത്, വേറൊരു തരത്തിൽ നമ്മൾ ചിന്തിക്കാൻ പാടില്ല. ഇനി അവിടുന്ന് അങ്ങോട്ട് നീങ്ങുമ്പോഴാണ് വിപ്രവൃത്തിമാരെ അനുഗ്രഹിക്കുന്ന ഒരു ലീല കൂടി ഭഗവാൻ അവിടെ ആടണം. അതിനുശേഷമാണ് ഗോവർദ്ധന ഉദ്ധാരണമൊക്കെ നടക്കണം. ഗോവർദ്ധന ഉദ്ധാരണമൊക്കെ നാളെ വൈകുന്നേരം ഉച്ചയ്ക്ക് പറയാൻ ശ്രമിക്കാം. രോഹിണി സ്വയംവരമൊക്കെ കഴിയുമ്പോൾ നേരെ കിട്ടുന്നെങ്കിൽ ഇന്ന് രാത്രി ചെറിയ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു നോക്കത്തേ ഉള്ളൂ. ഇന്നും തിരുവാതിര ഉണ്ട് തോന്നില്ലേ? കേട്ടില്ല? നടക്കട്ടെ. അപ്പോ എന്താ വിപ്രവൃത്തിമാര് ചെയ്തത്? എന്നും പോകുമ്പം പുതിയമായിട്ട് പോകും ഗോപാല ബാലന്മാരെല്ലാവരും. തലേ ദിവസം ഭഗവാൻ പറഞ്ഞ് നാളെ ആരും ചോറൊന്നും കൊണ്ടുവരണ്ട. എന്താ കാരണം? അവിടെ അടുത്തൊരു യാഗം നടക്കണ്ട. ആ യാഗശാലയിൽ നമുക്ക് അന്നം കഴിക്കാം എന്ന് പറഞ്ഞു. ഭഗവാൻ പറഞ്ഞാൽ പിന്നെ അതിനപ്പുറം ഒന്നും ഗോപന്മാർക്കും ഇല്ല, ഗോപികമാർക്കും ഇല്ല, ഗോപ സ്ത്രീകൾക്കും ഇല്ല, ഗോപാലന്മാർക്കും ഇല്ല, ആർക്കും ഇല്ല. ഭഗവാൻ പറഞ്ഞാൽ അവിടത്തെ. അതുകൊണ്ട് ഗോപന്മാരാരും എന്ത് ചെയ്തില്ല? ഭക്ഷണമൊന്നും എടുത്തില്ല. അങ്ങനെ അന്നത്തെ ദിവസം അങ്ങനെ പോയി. മധ്യാഹ്ന നേരം ആയപ്പോൾ പറഞ്ഞു, കണ്ണാ ഞങ്ങൾക്ക് വിശക്കണല്ലോ, ഭക്ഷണം തരുമെന്നല്ലേ പറഞ്ഞേ എന്ന് പറഞ്ഞു. ഭഗവാൻ ഒന്ന് രണ്ട് ഗോപൻ ബാലന്മാരോട് പറഞ്ഞു, ദാണ്ട് അവിടെ യാഗം നടക്കണ്ട, യാഗശാലയിൽ ചെന്ന് അവിടുത്തെ വിപ്രന്മാരോട് പറയുക, കൃഷ്ണനും രാമനും കൂട്ടുകാരും വന്ന് നിൽക്കുന്നു, അവർക്ക് വേണ്ട ഭക്ഷണം തരാൻ പറയാൻ പറഞ്ഞു. എന്നിട്ട് ഭഗവാൻ ഒരു വാക്കൂടെ പറഞ്ഞു, പറയുന്നത് കേട്ടേ ചെയ്യുപോലെ. ഇവർ ചെന്ന് അവരോട് പറഞ്ഞു, വിപ്രന്മാരോട് പറഞ്ഞു, ദാ കൃഷ്ണനും രാമനും കൂട്ടുകാരും ഒക്കെ വന്നിരിക്കുന്നു, അവർക്കുള്ള ഭക്ഷണം വേണമെന്ന് കൃഷ്ണൻ പറഞ്ഞു വിട്ടുവെന്ന്. അവർ തിരിഞ്ഞു പോലും നോക്കാൻ പോയില്ല. തിരിച്ചു വന്ന് പറഞ്ഞു, ദാ കണ്ണ, അവരൊന്നും മിണ്ടിയില്ല, ഭക്ഷണവും തന്നില്ല. പറഞ്ഞ ഒരു കാര്യം ചെയ്യും, ആ യാഗശാലയ്ക്ക് പുറകുവശത്ത് എന്നിട്ട് അവിടുത്തെ അന്തർജനങ്ങളോട് പറയുക, എന്ത്, കൃഷ്ണനും രാമനും കൂട്ടുകാരും വന്ന് നിൽക്കുന്നു, ഭക്ഷണം വേണമെന്ന് പറയണം. എന്നിട്ട് പറഞ്ഞില്ല, പോയി പറയുന്നത് കേട്ട ചിഞ്ഞ് ഈ അന്തർജനങ്ങളുടെ അടുത്ത് നിന്ന് ഈ കുട്ടികൾ പറഞ്ഞതുമല്ല, ഉണ്ടാക്കി വെച്ച പാത്രത്തോടെ തന്നെ മുഴുവൻ എടുത്തോണ്ട് അവിടുന്ന് ഈ വിപ്രപത്നിമാർ ഓടിയുന്ന. അവിടെ യാഗം നടത്തുന്ന തന്റെ ഭർത്താക്കന്മാർക്ക് കൊടുക്കണം എന്ന ചിന്ത പോലും ഇല്ലാതെ എല്ലാം എടുത്തുകൊണ്ട് അവരോടി. കുറെ പേരൊക്കെ തടഞ്ഞു നോക്കി ഭാര്യമാരെ, പക്ഷെ അവരവിടെ നിന്നില്ല. ഓടി വേഗം ഭഗവാൻ ഇരിക്കുന്നിടത്ത് എത്തിയെന്ന. എന്നിട്ടോ ഇവർക്കെല്ലാം ഭക്ഷണം വിളമ്പി കൊടുത്തു വിപ്രപത്നിമാരെ. ഊണൊക്കെ കഴിഞ്ഞ് ഏമ്പൊക്കെ വിട്ടപ്പോ ചോദിച്ചു, എല്ലാവർക്കും സുഖമൊക്കെ അല്ലേ? കുഴപ്പമൊന്നും ഇല്ലല്ലോ. നീ എന്തായാലും ഭക്ഷണം തന്നില്ലേ, തിരിച്ചെങ്ങോട്ട് പൊക്കോളുക? യാഗശാലയിലേക്ക് പൊക്കോളാം. അന്നൊരു കുഴപ്പമുണ്ട്. ഭർത്താവിനെയോ കുടുംബക്കാരെയോ ധിക്കരിച്ചു പോയാൽ പിന്നെ എങ്ങോട്ട് കേട്ടില്ല? തിരികെ വീട്ടിലേക്ക് കേട്ടില്ല. ഇപ്പൊ അങ്ങനെ പോയാലും ഒരു ഇതുണ്ടായ ഞാൻ വിളിച്ചു വരും. ഇല്ല, വലിയ കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ അതൊന്നും, ഇപ്പം പിന്നെ നിയമം ഉണ്ടല്ലോ, ആർക്കും ആരുടെ കൂടെ എവിടെ വേണേലും രണ്ടുപേർക്കും ഇഷ്ടമാവണമെന്ന് മാത്രമേ ഉള്ളൂ.
അത് കെട്ടിയതായാലും 4 പിള്ളേരുള്ളതായാലും അല്ലാത്തതായാലും ഏതായാലും കുഴപ്പമില്ല, ഇഷ്ടമുള്ള പോലെ ജീവിക്കാന്നുള്ള നിയമമുണ്ട്. അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല. ഇപ്പൊ ആർക്ക് എങ്ങനെ വേണേലും ആവാം. പണ്ട് കാലത്ത് അങ്ങനെയല്ല, വീട് വിട്ടിറങ്ങിയാൽ പിന്നെ തിരിച്ചടത്ത് കയറ്റൂല. അപ്പൊ ഭഗവാൻ പറഞ്ഞൊരു കാര്യം ചെയ്തോളൂ, നിങ്ങളെല്ലാം പൊക്കോളൂ അങ്ങോട്ട് എന്ന് പറഞ്ഞപ്പോ ഇവര് ചോദിച്ചു, എന്റെ ഭഗവാനെ, ഇനി ഞങ്ങളെങ്ങനെ അങ്ങോട്ട് ചെന്ന് കയറുക, ഞങ്ങളെ കേട്ടൂല. തന്നെയല്ല, നീ ഭർത്താവായിട്ടുള്ളപ്പോ പിന്നെ എന്തിനാ വേറൊരു ഭർത്താവ്? സത്യം പറഞ്ഞ ഭഗവാൻ അന്നേരം ആലോചിച്ചാണ് ചോറ് ചോദിക്കണ്ടായിരുന്നു. എന്താ കാരണം? ഒരു ചോറിന്റെ പുറത്ത് വരുന്ന പുലിവാലി വല്ലതും ആണോ? അപ്പൊ ഭഗവാൻ പറഞ്ഞു, യജ്ഞഭംഗം വരുത്താൻ പാടില്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് വേണം? വേഗം തിരികെ അവിടേക്ക് എത്തണം. നിങ്ങളെ ആരും തടയില്ല അവിടെ. ഭഗവാനെ പിരിയാനുള്ള വിഷമം ഉള്ളിലുണ്ടായെങ്കിലും ഭഗവാന്റെ വാക്കുകളെ ധികരിക്കാൻ കഴിയാത്തത് കൊണ്ട് അവരെല്ലാം തിരികെ യാഗശാലയിലേക്ക് എത്തി. ഈ വിപ്രന്മാരാരും തടഞ്ഞില്ല അവരെ. എന്നിട്ടോ യജമാന സ്ത്രീ എന്തു പറ്റി? യജമാന സ്ത്രീക്ക് അവിടെ നിന്ന് ഇറങ്ങിപ്പോവാൻ പറ്റില്ല. അങ്ങനെയാണ് യാഗയജ്ഞാദികളൊക്കെ നടക്കുമ്പോൾ യജമാനനും യജമാനത്തെയും അവിടെ ഉണ്ടാവണം. യാഗം തീരുന്നവരെ ആ യാഗശാല വിട്ട് പോവാൻ പാടില്ല. യജ്ഞത്തിനും അങ്ങനെയാ. യജമാനും യജമാനത്തെയൊക്കെ യജ്ഞശാലയിൽ വന്ന് കിടക്കണമെന്നാ. ചാണകം വഴുകിയ തറയിൽ ദർഭ വിരിച്ച ദർഭയുടെ മുകളില് യജമാനും യജമാനത്തെയൊക്കെ വന്ന് കിടക്കണമെന്നൊക്കെയാണ് പറയുക. ഇപ്പൊ ആചാര്യന്മാര് മുറി കയറുന്നതിന് മുമ്പേ യജമാനും എവിടെ ചെല്ലും? ആ വീട്ടിൽ ചെല്ലും. അപ്പോ ഈ യജമാനത്തേക്ക് അവിടെ നിന്ന് പോകാൻ കഴിഞ്ഞില്ല. അവരെന്ത് ചെയ്തു? ഭഗവാനെ സ്മരിച്ച് അവരുടെ ജീവൻ ഭഗവാനിലേക്ക് തന്നെ ലയിപ്പിച്ചു. ഇത്രയും ആയപ്പോഴാണ് ഈ വിപ്രന്മാർക്ക് ഒരു തോന്നലുള്ളതിലുണ്ടായത്. എത്ര യാഗങ്ങൾ നമ്മൾ ചെയ്തു, പക്ഷേ നമുക്കൊന്നുമില്ലാത്ത കൃഷ്ണഭക്തി ആർക്കുണ്ടായി? ഇതിന് പുറത്തു പോകാത്ത ഈ വിപ്രസ്ത്രീകൾക്ക് ഉണ്ടായി. അവരുണ്ട് എന്ത് പറ്റി? സാക്ഷാൽ ശ്രീകൃഷ്ണ പരമാത്മാവിനെ അറിയുവാൻ അവർക്ക് സാധിച്ചു എന്നാണ്. അങ്ങനെ വിപ്രഭക്തിമാരെയും ഭഗവാൻ അനുഗ്രഹിച്ചു. എന്താ ഇതിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്? ഭഗവാനിലേക്ക് സമർപ്പിക്കുമ്പോ അമ്മ കൊള്ളാതെ അവിടെ ചേർച്ച് കൊടുക്കണം. ഒന്നും മാറ്റി വെക്കാൻ പാടില്ല തനിക്ക് എന്ന് പറഞ്ഞിട്ട്. കാരണം ഇതാരുടെയാ? എല്ലാം സാക്ഷാൽ നാരായണൻ തരുന്നതാണെന്നുള്ള ബോധം നമ്മുടെ ഉള്ളിലുണ്ടാവണം. അതുകൊണ്ട് ഭഗവാനോട് എന്തുണ്ടാവണം? ഒരു കടപ്പാടുണ്ടാവണം. ഭഗവാനിലേക്ക് പരിപൂർണമായിരിക്കുന്ന സമർപ്പണ ഭാവത്തോടു കൂടി സമർപ്പിക്കാൻ കഴിയണം. അപ്പോ മാത്രമേ ഭഗവാന്റെ കൃപാകടാക്ഷം നമ്മളിലേക്ക് വന്നു ചേരും. നമുക്കൊക്കെ എന്താ കുഴപ്പം? ഇതെല്ലാം എന്റേത് എന്ന് പറഞ്ഞ് പിടിച്ചു വെച്ച് നമുക്ക് ആരുടെ ഇതില്ല? ഭഗവാന്റെ കൃപാകടാക്ഷം നമ്മളിലേക്കില്ല. അതുകൊണ്ട് സമർപ്പിക്കുമ്പോൾ പരിപൂർണമായ സമർപ്പണ ഭാവം ഉള്ളിലുണ്ടാവണം. ഇവിടെ നോക്കൂ, തന്റെ ഭർത്താക്കന്മാർ അവിടെ ഉണ്ട്. അവർക്ക് ഉച്ചയ്ക്ക് കഴിക്കാനുള്ളതാണെന്ന് പോലും ഓർക്കാതെയാണ് ആ ഭഗവാന്റെ പാതാരങ്ങളിലേക്ക് സർവസ്വം കൊണ്ട് സമർപ്പിക്കുന്നത്. അതുകൊണ്ട് എന്ത് കിട്ടി? അവരെ പരിപൂർണമായിട്ട് ഭഗവാന് അനുഗ്രഹിച്ചു. അങ്ങനെ വിപ്രപത്തിമാരെയൊക്കെ അനുഗ്രഹിച്ചതിന് ശേഷമാണ് ഭഗവാന് ഗോവർദ്ധന ഉദ്ധാരണം അല്ലെങ്കിൽ ഇന്ദ്രദർപ്പഹരണം എന്ന ആ ലീല ഭഗവാന് ആടണം. നമുക്ക് നാളെ നേരം കിട്ടുന്നെങ്കിൽ പറയാം. നിങ്ങളുടെ സമയമായി, എന്റെ സമയമായില്ല, നിങ്ങളുടെ സമയമായി. അപ്പൊ അതുകൊണ്ടെല്ലാം എപ്പോഴും എല്ലാം ഭഗവാന്റേതാണെന്ന ബോധത്തോടു കൂടി ഭഗവാനിലേക്ക് സർവസ്വം സമർപ്പിച്ചുകൊണ്ട് ഈ ശരീരം പോലും എന്റേതല്ല, ഞാൻ ഈ ശരീരമല്ല എന്ന ബോധത്തെ എല്ലാം ഉള്ളിൽ ഉറപ്പിച്ചുകൊണ്ട്, അതുകൊണ്ടാണ് നമുക്ക് ഭഗവാന്റെ മുമ്പിൽ നിന്ന് നമസ്കരിക്കാൻ പോലും കഴിയാത്ത. എന്താ നമുക്കൊരാളെ കണ്ടാൽ തൊഴാൻ തോന്നാത്തെ? അല്ലെ ഒരാളെ കണ്ടാൽ എന്താ നമ്മൾ പാദം നമസ്കരിക്കാത്തെ? എന്താ തോന്നാത്തെ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? പൂന്താനം പാടിയിട്ടുണ്ട്. എന്ത് പറഞ്ഞു?
സജ്ജനങ്ങളെ കാണുന്ന നേരത്ത് അങ്ങനെ പൂന്താനത്തിന് വരാൻ പറയാതൊക്കെ ഞങ്ങൾ ഓർജിക്കണമെന്ന് നിർബന്ധമുണ്ടല്ലേ. ലജ്ജ കൂടാതെ വീണ് നമിക്കണം. നമ്മൾ എത്ര പേര് നമിക്കും? എന്താ കാരണം? ഞാനെന്തിനാ അങ്ങനെ പറയേണ്ട കാര്യം എന്താ ഉള്ളത്? ഞാൻ അങ്ങനെക്കാട്ടി മോശമാണ്. ഗുരുക്കന്മാരുടെ പാദം വന്ദിച്ചാൽ, മാതാവിന്റെ പാദം വന്ദിച്ചാൽ, പിതാവിന്റെ പാദം വന്ദിച്ചാൽ, ഭർത്തൃപാദം വന്ദിച്ചാൽ, സജ്ജനപാദം വന്ദിച്ചാൽ ഒക്കെ നമുക്ക് കുഴപ്പമാണ്. എന്താ കാരണം? ഞാനെന്ന അഹങ്കാരം നമ്മുടെ ഉള്ളിൽ അങ്ങനെ തള്ളം കെട്ടിക്കിടക്കുന്നത് കൊണ്ടാണ് നമുക്കൊരാളെ മുമ്പിൽ ഒരാളെ നമസ്കരിക്കാനോ അല്ലെ ഈവൻ ഭഗവാന്റെ ശ്രീകോവിലിന്റെ മുമ്പിൽ ചെന്നാൽ പോലും നമുക്ക് മുട്ടുകുത്തി ഒന്ന് നമസ്കരിക്കാനോ സാഷ്ടാംഗം നമസ്കരിക്കാനോ നമുക്ക് തോന്നാത്തത് ഞാനെന്ന അഹംബോധം ഉള്ളിൽ അങ്ങനെ കിടക്കണതുള്ള. അഹങ്കാരമില്ലാത്തിടത്ത് മാത്രമേ വിനയം ഉണ്ടാവുകയുള്ളൂ. നമുക്ക് വിനയം മാത്രമേ ഉള്ളൂ, എന്തില്ല? വിനയമില്ല. കാരണം നമ്മുടെ എല്ലാ ഉള്ളിൽ ഞാനെന്നൊരു ബോധം. അതുകൊണ്ടാണ് നമ്മൾ ഭഗവാന്റെ മുമ്പിൽ ചെന്നാൽ എങ്ങനെ നിൽക്കാം? അല്ലേ? തലയൊക്കെ എടുത്തു പിടിച്ച്. ഇളവൻ പറയാറുണ്ട്, കുഞ്ഞുങ്ങള് വിദ്യാഗോപാല സമയത്തൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്, 4 ഇടത്ത് തല കുനിച്ച് നട്ടല് വളച്ച് നിൽക്കണം. എവിടൊക്കെയാ? ഒന്ന് അമ്മയുടെ മുൻപില് നട്ടല്ലെന്ന് പറഞ്ഞ് അമ്മയോട് ധാർഷ്ട്യത്തോടു കൂടി സംസാരിക്കാൻ പാടില്ല, രൂക്ഷമായിട്ട് നോക്കാൻ പാടില്ല, തർക്കുത്തരം പറയാൻ പാടില്ല അമ്മയുടെ അടുത്ത്. പിന്നെ എവിടെയാ? അച്ഛന്റെ മുമ്പില്. അച്ഛന്റെ മുമ്പിൽ നിൽക്കുമ്പോ ഒന്ന് വളഞ്ഞു നിൽക്കണം. ഇപ്പൊ നിൽക്കുവോ? അച്ഛന്റെ മുമ്പിൽ അങ്ങനെ വളഞ്ഞു വല്ല നിൽക്കുവോ? വേണേ അച്ഛൻ വളഞ്ഞു നിന്നോണം മക്കളുടെ മുമ്പിൽ എണ്ണ അല്ലേ? എന്താ അച്ഛന്റെ മുമ്പിൽ നിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞത്? അച്ഛന്റെ പാതി ശരീരം തന്നിലേക്ക് വന്നു ചേർന്നതിന് തന്റെ ജനനത്തിന് കാരണമായി ഭവിച്ചവൻ തന്റെ പിതാവാണ്. അതുകൊണ്ട് ജനകനായി നിൽക്കുന്ന പിതാവിന്റെ മുമ്പില് ഒന്ന് വളഞ്ഞു നിൽക്കാതെ, നീ എത്ര വലിയ എന്തോന്ന് കേറിയാലും അച്ഛന്റെ മുൻപിൽ വളഞ്ഞേ നിൽക്കാവൂ. 3 എവിടാ? ഗുരുവിന്റെ മുൻപില്, അറിവ് പകർന്നു തരുന്ന ഗുരുവിന്റെ മുൻപില് തല കുനിച്ചേ നിൽക്കാവൂ. ഗുരുവിനെ മുൻപിൽ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കാൻ പാടില്ല. 4 ദേവന്റെ മുൻപിൽ. ഈ 4 ഇടത്തല്ലാതെ വേറെ എങ്ങും തലയും കുനിക്കരുത്, നട്ടലും വളയ്ക്കരുത്. അല്ലാതെ എവിടെങ്കിലും വളച്ചു പോയെങ്കിൽ അവന്റെ ആയുഷ്കാലം അവന് നട്ടല് വളച്ചു നടക്കാനേ പറ്റും. പിടികിട്ടിയാവോ? പക്ഷെ അങ്ങനെ മറ്റുള്ളവന്റെ മുമ്പിൽ നട്ടല് വളയ്ക്കാതെ ഇരിക്കണമെങ്കിൽ എന്ത് വേണം? ഇവന്റെ ഭാഗത്ത് എന്തുണ്ടാവണം? സത്യവും ധർമ്മവും നീതിയും ഉണ്ടാവണം. കണ്ടവന്റെ ഓസിനടിച്ചു മാറ്റിയാൽ, അല്ലെ കണ്ടവന്റെ കയ്യിൽ നിന്ന് വല്ലതൊക്കെ മേടിച്ചാൽ അവന്റെ മുമ്പിൽ എന്ത് ചെയ്യേണ്ടി വരും? തല കുനിച്ച് നിൽക്കേണ്ടി വരും. അതുകൊണ്ട് അധാർമികമായിട്ടൊന്നും തന്നെ സമ്പാദിക്കാനുള്ള ഇച്ഛ ഇല്ലാതെ വേണം സമൂഹത്തിൽ ജീവിക്കാൻ. അധാർമികമായി സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ അവന് മറ്റുള്ളവരുടെ മുൻപിൽ തല കുനിക്കേണ്ടി വരും. പിന്നെ ചിലർ പറയും, നാണം കെട്ടും പണം ഉണ്ടാക്കിയ അത് തൊലിക്കട്ടിയുള്ളവൻ എങ്ങനെ പറയാം അല്ലേ? എന്ത് കേട്ടാലും നാണവും മാനവും ഇല്ലാത്തവൻ അതൊക്കെ പറഞ്ഞ് നിൽക്കാം. ഒന്നും ഓർത്തോളുക, അധാർമികമായി സമ്പാദിക്കുന്ന ഒരു നയ പൈസ പോലും വരും തലമുറയ്ക്ക് ഉപയോഗിക്കാൻ ഉണ്ടാവില്ല. ഭാഗവത്തിൽ തന്നെ പറയും, ധർമ്മത്തിൽ സമ്പാദിക്കുന്ന അർത്ഥമാണെങ്കിൽ ഒരു തലമുറയ്ക്ക്, ഞാൻ ധർമ്മത്തിൽ ഉണ്ടാക്കുന്ന ധനമാണെങ്കിൽ എൻ്റെ മക്കൾ കൂടി ഉപയോഗിക്കാൻ കാണും. അതിനപ്പുറത്തോട്ട് കടന്നു. അധാർമികമായി ഉണ്ടാക്കിയതാണെങ്കിൽ എൻ്റെ മക്കൾക്ക് പോലും അനുഭവിക്കാനുള്ള യോഗം ഉണ്ടാവില്ല. കാരണം എന്താ? എപ്പോഴും ആരുടെ എക്കിലെയൊക്കെ കണ്ണുനീര് വീണതായിരിക്കും. ഞാൻ ചിലപ്പോൾ അലേക്കണ്ട്, ഈ ചില ആൾക്കാർ ഇങ്ങനെ കൈക്കൂലിയൊക്കെ വാങ്ങുന്നു കേൾക്കുമ്പോഴേ ഞാൻ അലേക്കണ്ടേ, എന്റെ ദൈവമേ, ഇവന്റെയൊക്കെ സന്തതിയുടെയൊക്കെ അവസ്ഥ എന്താ?
ഒരു ഗതിയും പലഗതിയും ഉണ്ടാവില്ല. ഞാൻ പറയാം, എന്നോട് ആരെങ്കിലും കൈക്കൂലി ചോദിച്ചാൽ ഞാൻ 100 രൂപ കൊടുക്കുന്നുണ്ടെങ്കിൽ സർവാംഗം ഒഴിഞ്ഞിട്ട് അവന്റെ തലയെ വെച്ച് കൊടുക്കും. അവൻ പോലും, അവന്റെ മക്കളെന്നല്ല, അവൻ പോലും ഗതി പിടിക്കും, ആ പരുവത്തിലേക്ക് കൊടുക്കും. അവന് ഇരിക്കുന്ന ഇരിപ്പ് ദഹിച്ചു പോകണം, ആ പരുവത്തിൽ ഉറുതിയെ കൊടുക്കുള്ളൂ. ഞാൻ സത്യമായിട്ട് പറയാൻ, കാരണം നമ്മൾ അധ്വാനിക്കുന്ന അംശം കൊണ്ട് അവൻ വാങ്ങുന്ന ശമ്പളം കൂടാതെ വീണ്ടും നമ്മളെ പിഴിയാൻ അവൻ നോക്കിയാൽ അവനെ വെറുതെ വിടാൻ പാടില്ല. അവന്റെ ഉന്മൂലം പൊള്ളുന്ന പരുവത്തിലേ കൊടുക്കാവൂ. അതുകൊണ്ട് അധാർമികമായി സമ്പാദിക്കുന്നതൊക്കെ സൂക്ഷിച്ചും കണ്ടും വേണം, അല്ലെങ്കിൽ ഇരിക്കുന്നിടം പൊള്ളും. ചിലപ്പോ ചിലരുടെ കയ്യിൽ നിന്ന് കിട്ടിയ അവൻ ഇരിപ്പതുമായിരിക്കും. ആരാ എങ്ങനെയാ കൊണ്ട് കൊടുക്കുന്നതെന്നൊന്നും ആർക്കും അറിയാൻ പറ്റില്ല. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടൊക്കെ അങ്ങനെ സമ്പാദിക്കാവൂന്ന് ഞാൻ പറയും. പോട്ടെ, ഇനി അങ്ങനെ സമ്പാദിച്ചാലോ സൽക്കർമ്മങ്ങൾക്കൊന്നും അതിൽ നിന്നൊരു നാണയം പോലും കൊടുക്കാനും പാടില്ല. ഞാൻ 10,000 രൂപ കൈക്കൂലി ഇത്തവണ മാസം മേടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് 5,000 രൂപ കൊണ്ട് സപ്താഹത്തിന് കൊടുക്കാന്ന് പറഞ്ഞാൽ അതും ഗതികെട്ട അവസ്ഥയാണ്. ധർമ്മത്തിൽ സമ്പാദിക്കുന്ന ഒന്നും സൽക്കർമ്മത്തിന് കൊടുക്കാൻ പാടില്ല. പാപം ചെയ്യാൻ വേണ്ടി 5,000 കൊണ്ട് സപ്താഹത്തിന് കൊടുക്കാന്ന് പറഞ്ഞാൽ അതും അവന്റെ ഗതികേട് തന്നെയാണ്. ഈശ്വരൻ സ്വീകരിക്കില്ല ധനം തന്നെയല്ല. അതുകൊണ്ട് ആരെല്ലാം എന്തെല്ലാം സ്വാംശീകരിക്കുന്നുണ്ടോ അതിന്റെ അംശത്തിൽ നിന്ന് അവന്റെ എല്ലാം പാപത്തെ ഈ മുടക്കേവം മേടിച്ചു വെക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊക്കെ ഒരുപാട് കുഴപ്പങ്ങളുണ്ട്. സൂക്ഷിച്ചും കണ്ടും വേണം ഓരോന്നും ചെയ്യാനും ചെയ്യിക്കാനും ഒക്കെ. അതുകൊണ്ട് അങ്ങനെ നിൽക്കട്ടെ, ബാക്കിയൊക്കെ നമുക്ക് പിന്നെ സമയം പോലെ നോക്കി കാണാം.